ക്ഷേത്രാചാര്യനായ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വൻ വിവാദം. സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചുമൂടിയതെന്നാണ് മക്കളുടെ വാദം. എവിടെയോ എന്തോ ഒരു തകരാറ്. ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. കുറെ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. മരിക്കാൻ പോണ ആള് ബിപിയുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. ജീവൻ പോയിന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. അച്ഛന്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. വക്കീൽ വന്നതുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവും. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.